കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. തെരുവുനായ ശല്യം അടിയന്തരമായി പരിഹരിക്കുന്നതിന് കണ്ണൂർ കോർപ്പറേഷനിൽ 2 കണ്ടോൺമെന്റ് പരിധിയിൽ 1 ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ജില്ലയിലെ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2 ദിവസത്തിനുള്ളിൽ 3 ഷെൽട്ടർ ഹോമുകളും സ്ഥാപിച്ച് നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടികൂടി ഇവിടേക്ക് മാറ്റും. ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാവുകയും നിരവധി പേർക്ക് നായയുടെ കടിയേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, കണ്ടോൺമെന്റ് എന്നിവയുമായും പോലീസ്, മൃഗസംരക്ഷണം, ആരോഗ്യം ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട വകുപ്പുകളുമായും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി 3 ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിരവധി പേരെ കടിച്ച തെരുവുനായ മറ്റ് നായ്ക്കളെയും ആക്രമിച്ചിരുന്നു. 2 ആഴ്ചക്കുള്ളിൽ ഇവയും രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാൻ സാധ്യതയുണ്ടെന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നഗരത്തിലെ തെരുവുനായ്ക്കളെ പിടികൂടി ഷെൽട്ടർ ഹോമുകളിൽ മാറ്റാനും പേവിഷ കുത്തിവയ്പ് നൽകാനും തീരുമാനിച്ചത്. പയ്യാമ്പലത്ത് തെരുവുനായയുടെ കടിയേറ്റ് പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത കുട്ടി പേവിഷബാധയേറ്റ് ഗുരുതരാവസ്ഥയിലായതിനാൽ അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് ആരോഗ്യ വകുപ്പും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നായ്ക്കൾക്ക് തെരുവിലും വഴിയോരത്തും മറ്റും ഭക്ഷണം കൊടുക്കുന്ന മൃഗസ്നേഹികൾക്ക് ഷെൽട്ടർ ഹോമുകളിലെത്തി അവയ്ക്ക് ഭക്ഷണം നൽകാവുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. വലിച്ചെറിയുന്നത് കർശനമായി തടയും. ആ മാലിന്യങ്ങൾ അനധികൃതമായി വലിച്ചെറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇപ്പം മനുഷ്യന്മാരെ കടിച്ചു എന്നുള്ള പ്രശ്നം കൊണ്ടാണ് അത് കൂടുതൽ ശ്രദ്ധേയമായത്. അല്ലാതെ നമ്മൾ വലിച്ചെറിയുന്ന അശ്രദ്ധമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ അതാണ്. അപ്പോൾ റെയിൽവേൻ്റെ അധികാരികളുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളുടെ ഈ മാലിന്യങ്ങളും പട്ടികളുടെ ശല്യവും എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇത് ദുരന്ത നിവാരണ നിയമപ്രകാരം അതിൻ്റെ ഒരു ഓർഡർ നമ്മുടെ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കും. കളക്ടർ ഈ പരിപാടികൾക്കെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുകയും മോണിറ്ററിംഗ് നടത്തുകയും ചെയ്യും. തെരുവുനായ്ക്കളെ പിടികൂടുക, ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക, തെരുവുനായ്ക്കളുടെ വന്ധ്യംകരണം, പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നിവയ്ക്ക് മൃഗസംരക്ഷണ വകുപ്പിനെ ചുമതലപ്പെടുത്തി. കണ്ണൂർ നഗരസഭയിൽ അടിയന്തരമായി മൃഗഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്ന് നിർദ്ദേശിച്ചതായും മന്ത്രി പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള പടിയൂർ ABC കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ സേവനം ഇതിനായി ലഭ്യമാക്കും. കേന്ദ്രത്തിന് കീഴിലുള്ള പരിശീലനം ലഭിച്ച പട്ടിപിടുത്തക്കാരെ ഒരാഴ്ച പൂർണ്ണമായും നഗരസഭാ പരിധിയിൽ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ടോൺമെന്റ് പരിധിയിൽ വരുന്ന ഭാഗങ്ങളിൽ അലഞ്ഞുതിരിയുന്ന അക്രമകാരികളായ തെരുവുനായ്ക്കളെ പിടികൂടി അവിടെ സ്ഥാപിക്കുന്ന ഷെൽട്ടർ ഹോമിൽ പാർപ്പിക്കുന്നതിന് കണ്ടോൺമെന്റ് CEO നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർക്കാണ് പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയെന്നും മന്ത്രി പറഞ്ഞു. KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ C. നിതിൻ രാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.